കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സുഖസ്ഥനായ പിതാവിങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം ലഭിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളിലും കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുവിലേറ്റം സ്നേഹമുള്ള ബഹുമാനപ്പെട്ട തോമസ് പോൾ ബ്രദർ, ടീം അംഗങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഹവ്യർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാ വർഷവും ഉള്ളതുപോലെ ഹവ്യർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാർഷിക ധ്യാനമാണ് ഈ 3 ദിവസങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇന്നത് സമാപിക്കുകയാണ്. ഹവ്യർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥികളല്ലാത്ത ധാരാളം പേര് ഈ ധ്യാനത്തിൽ ഈ ദിവസങ്ങളിൽ പങ്കെടുക്കുന്നുമുണ്ട്. വളരെയേറെ സന്തോഷം. ഒരു വർഷം മുഴുവൻ വിശുദ്ധ ഗ്രന്ഥം ശാസ്ത്രീയമായി നാം പഠിക്കുന്നു, ദൈവശാസ്ത്രം പഠിക്കുന്നു, സഭാ നിയമം പഠിക്കുന്നു, സഭാ ചരിത്രം പഠിക്കുന്നു. അതിനോടനുബന്ധിച്ച് ഒരുപാട് വിഷയങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പഠനം ദൈവത്തിൽ വേരൂന്നുവാൻ, നാം ബുദ്ധിയിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഹൃദയത്തിലൂടെ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതമായിട്ട് മാറണമെങ്കിൽ അത് ദൈവത്തിൽ വേരൂന്നണം, ദിവ്യകാരുണ്യത്തിൽ വേരുറപ്പിക്കണം. അതുകൊണ്ടാണ് എല്ലാ വർഷവും 3 ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടി പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലിരുന്ന് പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി ധ്യാനിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് ജീവിതമാക്കി മാറ്റുവാനായിട്ട് നാം പരിശ്രമിക്കുന്നത്. അതിലേറ്റവും ഉചിതനായിട്ടുള്ളൊരു വ്യക്തിയാണ് ബ്രദർ തോമസ് പോൾ എന്ന് മനസ്സിലാക്കിയിട്ട് ബ്രദറിനെ തന്നെയാണ് നാം കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷവും ഈ ധ്യാനത്തിനായിട്ട് നമ്മൾ ക്ഷണിച്ചത്. പല ധ്യാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സഭയുടെ പഠനങ്ങൾ ആധികാരികമായി പഠിച്ച് നമ്മുടെ ഭാഷയിൽ നമുക്ക് ദൈവത്തിൻ്റെ അരൂപയിൽ ഹൃദയത്തിലേക്ക് പകർന്നു തരുവാനുള്ള ഒരു പ്രത്യേക കൃപ ബ്രദർ ലഭിച്ചിട്ടുണ്ട്. അത് നാം ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്നുമുണ്ട്. നമ്മളിന്ന് തപസ് കാലം ആരംഭിക്കുകയാണ്. എന്താണ് തപസ് കാലം? തപസ്സെന്ന വാക്ക് ഭാരതത്തിന് വളരെ പ്രിയപ്പെട്ടൊരു വാക്കാണ്. മലയുടെ മുകളിലും പുഴയുടെ തീരങ്ങളിലുമൊക്കെ ദിവസങ്ങളും മാസങ്ങളും ഇരുന്ന് ചിന്തിച്ച് ധ്യാനിച്ച് ദൈവവുമായിട്ട് ലയിച്ചു ചേരുന്ന ഒരു അനുഭവമാണ് തപസ്. തപസ് എന്ന വാക്കിന് അർത്ഥമുണ്ട്. താപം എന്ന് പറഞ്ഞാൽ ചൂട്, തപിക്കുക എന്ന് പറഞ്ഞാൽ ചൂടാകുക. തപസ് എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ ചൂടാക്കുന്ന സമയമാണ്. എങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ ചൂടാക്കുന്നത്?
ദൈവത്തെക്കുറിച്ച് മാത്രം ധ്യാനിച്ചുകൊണ്ട് ദൈവവചനം വായിച്ച് കൂടുതൽ മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഞാൻ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കൂടുതലായിട്ട് എന്നെ തന്നെ ചൂട് പിടിപ്പിക്കുന്ന സമയമാണ് തപസ് കാലം എന്ന് പറയുന്നത്. ഞാൻ ഈ തപസ് കാലത്ത് എന്നെ തന്നെ ചൂട് പിടിപ്പിച്ചുകൊണ്ട് പിന്നീട് മുന്നോട്ടുള്ള യാത്രയിൽ ചൂടൊട്ടും കുറയാതെ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി കൂടുതൽ ചൂടോടുകൂടി ജീവിക്കുവാൻ, കൂടുതൽ ഊഷ്മളതയോടുകൂടി സ്നേഹിക്കുവാൻ, കൂടുതൽ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുവാൻ, കൂടുതൽ കരുണയുള്ള വ്യക്തിയായി തീരുവാൻ എന്നെ ഒരുക്കുന്ന സമയമാണ് തപസ് കാലം. ഈ തപസ് കാലത്ത് നമ്മൾ എല്ലാവരും തന്നെ ഇന്ന് മിക്കവരും തന്നെ ഇന്ന് രാവിലെയുള്ള ദിവ്യബലിയിൽ പങ്കെടുത്ത് നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ടാണ് ഈ തപസ് കാലം ആരംഭിച്ചത്. എന്തുകൊണ്ടാണ് നമ്മുടെ നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് തപസ് കാലം ആരംഭിച്ചത്? ഒരു നീണ്ട പാരമ്പര്യത്തിൻ്റെ ഓർമ്മയാണ്. യഹൂദ പാരമ്പര്യത്തിൽ നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങുക എന്ന് പ്രവാചകന്മാരൊക്കെ പ്രഘോഷിച്ചപ്പോൾ അവരാദ്യം ചെയ്തത് ചാക്കൊടുത്ത് ചാരം പൂശി പശ്ചാത്തപിച്ച് ദൈവത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരുന്നതിന്, പശ്ചാത്തപിക്കുന്നതിന്, പാപപരിഹാരം ചെയ്യുന്നതിന് ഒരു മാർഗമായിട്ട് സ്വീകരിച്ചത് പരുപരുത്ത ചാക്കുവസ്ത്രം ധരിച്ച് ഈ ചാരം തലയിൽ പൂശി, അല്ലെങ്കിൽ ചാരത്തിൽ കിടന്നുകൊണ്ട് ഞാൻ ഒന്നുമല്ല, ഞാൻ വെറും പൊടിയാണ്, എനിക്ക് ആശ്രയം ദൈവമാണ്, എല്ലാം എനിക്ക് ദൈവമാണ്, ദൈവത്തിലേക്ക് ഞാൻ മടങ്ങി വരണം എന്ന ഒരു പ്രകടനമാണ് ഈ ചാരം പൂശുന്നതിലൂടെ വ്യക്തമാക്കുന്നത്. നമ്മുടെയൊക്കെ അനുഭവം, നമുക്ക് ചാരം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ അനുഭവത്തിൽ ഞാൻ ഇന്ന് ചിന്തിക്കുകയായിരുന്നു, 3 അർത്ഥങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട്, എരിഞ്ഞ് ജ്വലിച്ചു നിന്ന ഒരു തടിക്കഷണം കത്തിച്ചാമ്പലായതിൻ്റെ ചാരമാണ് നാം എടുക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കുരുത്തോലകളാണ് നമ്മൾ ചാരമായിട്ട് ഈ വർഷം നെറ്റിയിൽ പൂശുന്നത്. അപ്പോൾ സമ്പൂർണമായിട്ടും ഇല്ലാതായി തീരുന്നതിൻ്റെ അടയാളമാണ് ചാരമെന്ന് വ്യക്തം. രണ്ടാമതായിട്ട്, നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ചെടികളുടെ ചുവട്ടിൽ അല്പം ചാരമിട്ട് നോക്കുക, ആ ചെടികൾ തഴച്ചു വളരുന്നത് കാണാം. അപ്പോൾ തപസ് കാലം ഞാൻ എന്നെ തന്നെ ശൂന്യനാക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ ഉപവസിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർ വളരാൻ, എൻ്റെ കുടുംബം വളരാൻ, എനിക്ക് ചുറ്റുമുള്ളവർ ദൈവകൃപയിൽ തഴച്ചു വളരാൻ വേണ്ടി കൂടിയാണ് എൻ്റെ ഈ തപസ്സും പ്രായശ്ചിത്തമൊക്കെ. മൂന്നാമതായിട്ട്, ചാരം മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇടുന്നത്, അല്ലെങ്കിൽ വാഴയുടെ ചുവട്ടിലൊക്കെ ഇടുന്നത് ഈ ക്ഷുദ്രജീവികളുടെ ആക്രമണത്തിൽ നിന്ന് ചെടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചാരം പൂശുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഈ ചാരം പൂശുമ്പോൾ എന്നെ ആക്രമിക്കുന്ന പൈശാചിക ശക്തികൾക്കെതിരെ, നന്മയിലേക്കുള്ള വഴിയിലേക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന തിന്മകൾക്കെതിരെ ശക്തി പ്രാപിക്കുവാനായിട്ട് ഞാനിതാ മുന്നിട്ടിറങ്ങുന്നു എന്നതിൻ്റെ അടയാളം കൂടിയാണ് ഈ ചാരം പൂശുന്നതിൻ്റെ അർത്ഥം. ഈ 3 അർത്ഥങ്ങൾ ഇല്ലാതായി തീരുന്നു. മറ്റുള്ളവർ തഴച്ചു വളരുവാനായിട്ടുള്ള എൻ്റെ ഒരു പ്രയത്നം, ഞാനും മറ്റുള്ളവരും ഒരുമിച്ച് കർത്താവിൽ വളരുന്ന ഒരു അനുഭവം, പൈശാചിക ശക്തികൾക്കെതിരെ മല്ലിട്ട് നിൽക്കുവാൻ ദൈവകൃപയും ആത്മധൈര്യവും നേടിയെടുക്കുന്ന സമയമാണ് ഈ തപസ് കാലം. നമ്മൾ പറയാറുണ്ട് 50 നോമ്പെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് 50 നോമ്പെന്ന് പറയുന്നത്? ഈ ചാരബുധനാഴ്ചയ്ക്ക് മുൻപുള്ള ഞായറാഴ്ച മുതൽ ഉയർപ്പ് ഞായറാഴ്ച വരെ എണ്ണി നോക്കിയാൽ 49 ദിവസങ്ങളുണ്ട്, 7 ആഴ്ചകളാണ്. അതുകൊണ്ടാണ് 50 നോമ്പെന്ന് പറയുന്നത്. പൗരസ്ത്യ സഭകളിൽ 50 നോമ്പാണ് പാലിക്കുന്നത്. എന്നാൽ ലോകമെമ്പാടുമുള്ള ആഗോള ലത്തീൻ സഭയുടെ പാരമ്പര്യം 40 ദിവസത്തെ നോമ്പാണ്. അതായത് ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങൾ എണ്ണി നോക്കിയാൽ 40 ദിവസമാണ്. കാരണം വിശുദ്ധ ബൈബിളിൽ 40-ന് വലിയ പ്രാധാന്യമുണ്ട്. 50-നുള്ളതുപോലെ തന്നെ 40-ന് വലിയ പ്രാധാന്യമുണ്ട്. 40 രാവും 40 പകലും മോശ സീനായ് മലയുടെ മുകളിൽ ദൈവത്തെ മുഖാമുഖം കണ്ടു. മോശയുടെ മുഖം പ്രകാശിച്ചു. കർത്താവ് 40 ദിവസം മരുഭൂമിയിലിരുന്ന് പ്രാർത്ഥിച്ചു. പിശാചുക്കളോട് മല്ലിടാനുള്ള കരുത്ത് നേടിയെടുത്തു. മരുഭൂമിയിൽ നിന്ന് മടങ്ങുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം പറയും, ആത്മാവിനാൽ നിറഞ്ഞ് കർത്താവ് മടങ്ങി വന്നു. അപ്പോൾ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച കർത്താവ്
പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് മടങ്ങി വന്നു. എന്നിട്ട് ഈശോ തന്നെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ 40 ദിവസം നോമ്പ് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയുമൊക്കെ നാം ചിലവഴിക്കുന്നത് കരുത്ത് നേടുവാനായിട്ടാണ്, വളരുവാനായിട്ടാണ്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനായിട്ടാണ്. ഇന്ന് ആരംഭിക്കുന്ന ഈ തപസ് കാലം നമുക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിരിക്കട്ടെ. കൂടുതൽ കരുത്തോടെ ജീവിതത്തിൽ, കൂടുതൽ ആർജവത്തോടെ, കൂടുതൽ ഊഷ്മളതയോടെ മുന്നേറുവാൻ ഈ തപസ് കാലം നമ്മെ ഓരോരുത്തരെയും സജ്ജമാക്കണമേ, അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.